ലോക്സഭാ തിരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങി. ഇനി ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങൾ മാത്രമാണുള്ളത്. പാർട്ടിക്ക് സ്ഥാനാർത്ഥികൾ ആയിക്കഴിഞ്ഞു. പക്ഷേ അപ്പോൾ തന്നെ സ്ഥാനാർത്ഥികളായി ചുവരെഴുത്തുകൾ തുടങ്ങുന്നു എന്നതല്ലാതെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല. അപ്പോൾ തന്നെ പരാതികൾ, പരിഭവങ്ങൾ, വിമർശനങ്ങൾ, മറുകണ്ഠം ചാടലുകൾ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് നമുക്കിപ്പോൾ ഈ ആറ്റിങ്ങൽ മണ്ഡലവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിലാണെങ്കിൽ ഇത്തവണയും വോട്ടർ പട്ടികയിൽ ചില ക്രമക്കേടുകൾ ഉണ്ടായിരിക്കുന്നു, വ്യാപകമായിട്ടുള്ള ക്രമക്കേടുകൾ നടന്നിരിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് സിറ്റിംഗ് എം പി ആയിട്ടുള്ള അടൂർ പ്രകാശ് തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. ഏകദേശം 1,72,000 വോട്ടിൽ കൃത്രിമമുണ്ടെന്ന ഒരു പരാതിയാണ് കേന്ദ്ര സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ പരിശോധിച്ച് വരികയാണ് എന്നൊക്കെയാണ് ഇപ്പോൾ അടൂർ പ്രകാശ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പരാതി അത്തരത്തിലൊരു പരാതിയാണ്. ഒരാളുടെ പേരിൽ തന്നെ അവിടെ 2-3 തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ട് എന്നും ഒരാളുടെ പേര് തന്നെ ഒന്നിലേറെ തവണ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ് അടൂർ പ്രകാശിൻ്റെ പരാതി. കഴിഞ്ഞ വർഷത്തേതിന് സമാനമായി വോട്ടർ പട്ടികയിലെ പേജ് അടക്കം വിശദമായിട്ടുള്ള പരാതിയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് എന്നാണ് നിയുക്ത കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എം പി കൂടിയായിട്ടുള്ള അടൂർ പ്രകാശിൻ്റെ പരാതി. അദ്ദേഹം പറയുന്നതും ഇതാണ്. ഇപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പരാതികൾ വന്നു തുടങ്ങുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 1,12,322 പേരുകളിൽ ഇരട്ടിപ്പ് ചൂണ്ടിക്കാട്ടിയാണ് അടൂർ പ്രകാശ് പരാതി നൽകിയതെങ്കിൽ ഇത്തവണ അത് 1,72,000 ആയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രചരണത്തിന് ഇറങ്ങും മുമ്പേ കോൺഗ്രസിന് പരാജയ ഭീതിയാണ് എന്നും ആ ഭീതിയിലാണ് അത് തിരിച്ചടിക്കുമെന്നുമാണ് ഇടതുമുന്നണി പറയുന്നത്. പക്ഷേ പരാതി ഉള്ളവർ പോയി പരിഹരിക്കട്ടെ എന്നുകൂടി ഇടതുമുന്നണിക്കാരും ഇടതുമുന്നണിയുടെ നേതാക്കളുമൊക്കെ പറയുന്നുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനം കാത്ത് പരസ്യ പ്രചാരണത്തിൻ്റെ ഓരത്തിരിപ്പാണ് ഇപ്പോഴും അടൂർ പ്രകാശ് എന്നാണ് ഇടതുമുന്നണി അവകാശപ്പെടുന്നത്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ആറ്റിങ്ങലിൽ അരയും തലയും മുറുക്കിക്കൊണ്ട് അഗ്നം തുടങ്ങിയിരിക്കുകയാണ് BJP സ്ഥാനാർത്ഥി വി മുരളീധരൻ, ഒപ്പം തന്നെ ജോയിയൊക്കെ. പരാതി പരിശോധിച്ചു വരികയാണ് എന്ന് കളക്ടറേറ്റിൽ നിന്ന് ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നുമൊക്കെ അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടുന്ന മറുപടി ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ മറ്റുള്ള പദ്ധതികളുമായും പരിപാടികളുമായി ബന്ധപ്പെട്ടിട്ട് അടൂർ പ്രകാശ് മുന്നോട്ട് പോവുകയും ചെയ്യും. പക്ഷേ അടൂർ പ്രകാശിൻ്റെ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിക്കാത്തതും ഒപ്പം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ചർച്ചയാകാതിരിക്കുന്ന ഒരു സമയത്തും അടൂർ പ്രകാശിന് മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് പരാജയഭീതി ഉണ്ട് എന്നാണ് ഇടതുമുന്നണി അവകാശപ്പെടുന്നത്. എങ്കിലും കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ തന്നെ വി മുരളീധരൻ, അതായത് കേന്ദ്രമന്ത്രിയായിട്ടുള്ള BJPയുടെ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള വി മുരളീധരൻ അവിടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. വി മുരളീധരൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്നതിൽ സംസ്ഥാന BJPക്ക് കഴിയുന്നുണ്ടോ എന്നുള്ള പരാതി വി മുരളീധരൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വി മുരളീധരൻ അത്തരത്തിൽ പറയുകയും ചെയ്തു. അതായത് രാജീവ് ചന്ദ്രശേഖരനെ പോലൊരു സ്ഥാനാർത്ഥിയെ ജനങ്ങൾക്കറിയില്ല എന്നും ആ ജനങ്ങൾക്കറിയാത്ത സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കുന്നത് കൊണ്ട് തിരുവനന്തപുരം ജില്ലാ ഭാരവാഹികളടക്കം BJPയുടെ ജില്ലാ ഭാരവാഹികളടക്കം രാജീവ് ചന്ദ്രശേഖരനെ പരിചയപ്പെടുത്തി കൊടുക്കലിൻ്റെ ഭാഗമായിട്ട് മറ്റു മണ്ഡലങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ള പരാതി വി മുരളീധരനുണ്ട്. മാത്രമല്ല വി മുരളീധരൻ കഴിഞ്ഞ 6 മാസമായി ഈ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യവുമുണ്ട്. വി ജോയി എന്ന് പറയപ്പെടുന്ന ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ സുപരിചിതനായ വ്യക്തിത്വമാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ടുള്ള ജോയിയെ വിജയിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇടതുമുന്നണി രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട് ആറ്റിങ്ങലിൽ. അപ്പോൾ ഈ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 2019 തിരഞ്ഞെടുപ്പിൽ BJP നടത്തിയ ഒരു തേരോട്ടമുണ്ടായിരുന്നു. അത് ആർക്കും മറക്കാൻ കഴിയില്ല. 2019 വോട്ട് എന്ന് പറയപ്പെടുന്ന BJP നേടിയത് 2,56,000-ലധികമാണ്. അതായത് 2.5 ലക്ഷത്തിന് മുകളിലേക്ക് BJPക്ക് വോട്ട് നേടിയെടുക്കാൻ കഴിഞ്ഞ ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ നിയോജക മണ്ഡലം. ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ 2019 സ്ഥാനാർത്ഥി എന്ന് പറയപ്പെടുന്ന ശോഭാ സുരേന്ദ്രനായിരുന്നു. ആ ശോഭാ സുരേന്ദ്രൻ്റെ തേരോട്ടം കണ്ടിട്ട് തന്നെയാണ് വി മുരളീധരൻ ഈ മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയുമെന്നുള്ള ഒരു ഉറച്ച ആത്മവിശ്വാസത്തോടു കൂടി ഇവിടെ പ്രവർത്തനം കഴിഞ്ഞ 6 മാസത്തിലധികമായി നടത്തി വരുന്നതും ഇപ്പോൾ പ്രവർത്തനം ശക്തമാക്കുന്നതും വിജയിക്കുമെന്നുള്ള ഉറപ്പ് മുരളീധരൻ നേടിയെടുക്കുന്നതും. അടൂർ പ്രകാശ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി കഴിഞ്ഞ വർഷം ഇതുപോലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനു മുൻപുമൊക്കെ വലിയ അട്ടിമറി വിജയം നേടിയ ഒരു മണ്ഡലം കൂടിയാണ് ആറ്റിങ്ങൽ നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. ആ മണ്ഡലത്തിൻ്റെ വികസന സാധ്യതകൾ അടക്കം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുള്ളൂ. കാരണം കോന്നി നിയോജക മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം ആറ്റിങ്ങലിലെത്തുകയും ആറ്റിങ്ങലിലെ ജനങ്ങളുടെ പ്രീതി സമ്പാദിച്ചെടുക്കുകയും ചെയ്തു എന്ന് അവകാശപ്പെടുകയാണ് അടൂർ പ്രകാശും കോൺഗ്രസ് നേതൃത്വവും. അടൂർ പ്രകാശ് സിറ്റിംഗ് മണ്ഡലത്തിൽ വിജയിക്കുക തന്നെ ചെയ്യുമെന്നാണ് കോൺഗ്രസിൻ്റെ തീരുമാനവും
ആഗ്രഹവും ആത്മവിശ്വാസവും. പക്ഷേ അത് എത്രത്തോളം മുന്നിലോട്ട് പോകുമെന്ന് അറിയാൻ കഴിയില്ല. ആദ്യമേ തന്നെ മണ്ഡലത്തിൽ ഇരട്ടിപ്പ് നടക്കുന്നുണ്ട്, ഇരട്ടിപ്പ് തരത്തിലുള്ള വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടക്കുന്നുണ്ട് എന്നുള്ള പരാതിയുമായിട്ടാണ് ഇപ്പോൾ അടൂർ പ്രകാശ് രംഗത്തെത്തിയിരിക്കുന്നത്. അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നിൽ വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി മുന്നോട്ട് പ്രചാരണ തന്ത്രങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും വിജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് അടൂർ പ്രകാശിൻ്റെ മുന്നിലുള്ളത്. പക്ഷേ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ BJPയുടെ സ്ഥാനാർത്ഥി വി മുരളീധരന് ജയിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അത് അത്രത്തോളം വിനിയോഗിക്കാനാകുമെന്നുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ.